ഐഫോൺ 10s സീരീസ്, അതായത് ഐഫോൺ 10s-ഉം 10s മാക്സും ഈ ഫോൺസ് ഇപ്പം എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്? അതേണക്ക് തന്നെ ഈ 2024 ഇതിന്റെ പ്രൈസിന് ഇത് വേർത്ത് ആയ ഒരു ഓപ്ഷൻ ആണോ? ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഐഫോൺ 10s-ലും 10s മാക്സിലും ഇപ്പോൾ 2024 നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രൈസിംഗ് റേഞ്ച് ഇപ്പോൾ വന്നേക്കുന്നത് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിനകത്ത് ഇപ്പോൾ വരുന്ന ഒരു പ്രൈസിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു 17,000 തൊട്ട് ഒരു 28,000-29,000 റേഞ്ച് വരെയാണ് പോകുന്നത്. അത് ഈ 17,000 നമുക്ക് കിട്ടുന്നത് ഐഫോൺ 10s ആണ്. പിന്നെ ഈ ടോപ്പ് ഓഫ് ദ ലൈൻ പ്രൈസിംഗ് എന്ന് പറയുന്നത് 29,000 റേഞ്ച് ഒക്കെ വരുന്നതെന്ന് പറയുന്നത് 10s മാക്സ് ആണ്. അത് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലാണ്. അത് മാത്രമല്ല ഈ ഫോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഏജ്ഡ് ആയ ഫോൺസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 10s മാക്സിന്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂടിയ പ്രൈസിംഗ് ആണ്. അതും നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനെക്കാട്ടിയും കുറഞ്ഞ പ്രൈസിങ്ങിലൊക്കെ ഈ രണ്ട് ഫോൺസും കാണാൻ പറ്റും. പക്ഷെ അതിനൊക്കെ എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതിന്റെ ഡിസ്പ്ലേ ഗ്ലാസ് പൊട്ടിയതാവാം, അല്ലെങ്കിൽ ക്യാമറ ലെൻസിൽ ക്രാക്ക് കാണാം, അതും അല്ലെങ്കിൽ ഫേസ് ഐ ഡി വർക്ക് ആവത്തേവാം. അപ്പൊ അങ്ങനത്തെ ഫോൺസ് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉള്ള ഫോൺസ് ആണെങ്കിൽ അത് എടുക്കുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമല്ല. അതല്ലാതെ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ നല്ല യൂണിറ്റ് നോക്കുവാണെങ്കിൽ ഇതിന്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചിലേക്കാണ് ഇപ്പോൾ കാണുന്നത്. അതും ഈ പ്രൈസിംഗ് വരുമ്പോൾ തന്നെ ഈ രണ്ട് ഫോൺസിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനാക്കൂടെ വരുന്ന രണ്ട് വ്യത്യാസം എന്ന് പറയുന്നത്, അതായത് 10s മാക്സിനകത്തും 10s തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഡിസ്പ്ലേ സൈസിലും ബാറ്ററിയിലുമാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈ രണ്ട് ഫോണിനകത്തും ഒരേ കണക്കാണ് വന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ 10s എടുത്തു കഴിഞ്ഞാലും ഈ ഡിസ്പ്ലേയും ബാറ്ററിയും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്ന എല്ലാം ഏതാണ്ട് ഒരേ കണക്ക് തന്നെയാണ് കിട്ടുന്നത്. അതിൽ തന്നെ ഈ ബാറ്ററി എന്ന് പറയുന്നത് 10sന്റെ ഏറ്റവും വലിയൊരു വീക്ക് പോയിന്റ് തന്നെയാണ്. പക്ഷെ അതിനകത്തൊക്കെ നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് ആദ്യം ഇതിന്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും പറയുവാണെങ്കിൽ ഈ ഫോൺസിന്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും ഇപ്പോഴും ഈ ഫോൺസിന്റെ ഏറ്റവും വലിയ സ്ട്രോങ് പോയിന്റ് ആണ്. കാരണം ഇപ്പോഴും ഏറ്റവും പ്രീമിയം ക്വാളിറ്റി നിൽക്കുന്ന രണ്ട് ഫോൺസ് തന്നെയാണ് ഈ 10s-ഉം 10s മാക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ 10s എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഫ്രെയിം നോക്കാൻ നേരത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിം ആണ് കിട്ടുന്നത്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് ആണ് വരുന്നത്. പിന്നെ അതിന്റെ ബിൽഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ആ പ്രീമിയം ക്വാളിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴും ഏറ്റവും മികച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് പോയിന്റ് എന്നല്ല, ഇപ്പൊ ഇറങ്ങിയ ഏതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണായിട്ട് കമ്പയർ ചെയ്താലും ഈ 10sന്റെ ആയാലും 10s മാക്സിന്റെ ആയാലും ബിൽഡ് ക്വാളിറ്റിയും അതിനൊക്കെ തന്നെ ആ ഒരു മെറ്റീരിയൽ ചോയ്സ് എന്ന് പറയുന്നത് മികച്ച നിൽക്കുവാണ്. അപ്പൊ അതാണ് എനിക്ക് ഈ ഫോണിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മളൊരു 10s എടുത്തിട്ട് അതിന്റെ ഇൻഹാൻഡ് ഫീൽ നോക്കുവാണെങ്കിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. കർവ്ഡ് ആയിട്ടുള്ള സൈഡ്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന്റെ ഇൻഹാൻഡ് ഫീലും ഇഷ്ടമാണ്. അതും ബട്ടൺ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എടുത്താലും ഇപ്പോഴായാലും മോശം പറയാനൊന്നുമില്ല, എല്ലാം നല്ലോണം തന്നെ വർക്ക് ആവുന്ന രീതി തന്നെയാണ് കിട്ടുന്നത്. അത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഫോൺസിന്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ ഫോൺസിന്റെ ഏറ്റവും വലിയ സ്ട്രോങ് പോയിന്റ് തന്നെയാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ ഡിസ്പ്ലേയിലും കുഴപ്പമൊന്നും പറയാനില്ല. അതായത് ഡിസ്പ്ലേ എടുത്താലും നല്ല ബെസ്റ്റ് ക്വാളിറ്റി വരുന്ന ഡിസ്പ്ലേ എന്ന് തന്നെ പറയാൻ പറ്റും. പ്രത്യേകിച്ചും ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ എനിക്ക് ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയും അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഫോൺസ് വരുന്ന ഡിസ്പ്ലേയുടെ റിഫ്രഷ് റേറ്റ് നോക്കുവാണെങ്കിൽ 60 Hz കിട്ടുന്നുള്ളൂ. പക്ഷേ അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് മാത്രമല്ല, ഈ രണ്ട് ഫോൺസിനകത്തും OLED പാനൽ തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്. അതും നിങ്ങൾ 10sന്റെ ഡിസ്പ്ലേ സൈസ് നോക്കുവാണെങ്കിൽ 5.8 ഇഞ്ച് ആണ്. 10s മാക്സിന് നോക്കുവാണെങ്കിൽ 6.5 ഇഞ്ച് ആണ്. അത് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ഡിസ്പ്ലേ സൈസിനകത്തൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ ഡിസ്പ്ലേയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ, അതായത് പീക്ക് ബ്രൈറ്റ്നസ് പോകുന്ന കാര്യമോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പിക്സൽ പെർ ഇഞ്ച് നോക്കുവാണെങ്കിലോ അതെല്ലാം ഒരേ കണക്കിനാണ് കിട്ടുന്നത്. അതും ഡിസ്പ്ലേയുടെ ഷാർപ്നെസിന്റെ കാര്യത്തിനകത്ത് ഈ രണ്ട് ഫോൺസിനകത്തും കുഴപ്പമൊന്നും പറയാനില്ല. അത് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ഡിസ്പ്ലേയാണ് ഈ രണ്ട് ഫോൺസിൽ ഉപയോഗിച്ചേക്കുന്നത്. അതായത് നമ്മൾ വ്യൂവിംഗ് ആംഗിൾ എടുത്താലും പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 625 nits വരെ പോകണമെങ്കിലും എനിക്ക് പുറത്ത് വെച്ച് ഉപയോഗിച്ച സമയത്ത് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. അതായത് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടായിരുന്നു. അത് നമുക്ക് കണ്ടു വായിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ രണ്ട് ഫോൺസിനകത്തും 3D ടച്ച് സപ്പോർട്ടും കിട്ടുന്നുണ്ട്. അതായത് 3D ടച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ ഐഫോൺസിലൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. അതും ആ ഒരു എക്സ്പീരിയൻസ്, അതായത് 3D ടച്ച് ഉപയോഗിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് ഹാപ്റ്റിക് ടച്ചിനെ കാട്ടിയും കുറച്ചുകൂടെ ബെറ്റർ ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യത്തിനകത്ത് നല്ലൊരു പോയിന്റ് ആണ് ഈ ഫോൺസിനകത്ത് രണ്ടിലും ഉള്ളത്. അതും ഡിസ്പ്ലേക്കകത്ത് എനിക്കിപ്പോഴും കംപ്ലൈന്റ് ഒന്നും പറയാനില്ല. അതായത് നിങ്ങൾ മീഡിയ ഒരുപാട് കാണുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ഗെയിം ഒക്കെ ഒരുപാട് കളിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ രണ്ട് ഫോൺസിൽ നിന്ന് കിട്ടുന്ന ഡിസ്പ്ലേ എക്സ്പീരിയൻസ് നല്ല തന്നെയാണ്. അത് നിങ്ങൾക്ക് മീഡിയ കാണുന്ന ഒരുപാടുണ്ടെങ്കിൽ അവിടെയാണ് ഈ 10s മാക്സിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വരുന്നത്. കാരണം 6.5 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസ് കുറച്ചുകൂടെ ബെറ്റർ ആവുന്നുണ്ട്. പക്ഷേ 10s കിട്ടുന്ന 5.8 ഇഞ്ച് ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ലാത്തൊരു സൈസാണ്. അതായത് നമുക്ക് കണ്ടന്റ് കാണുമ്പോൾ അതിനകത്ത് അത്യാവശ്യം നല്ലോണം തന്നെ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. പിന്നെ സ്പീക്കർ സിസ്റ്റം എടുക്കാൻ നേരത്ത് തന്നെ ഈ താഴത്തെ ഗ്രില്ലും ഇയർ പീസും സ്പീക്കർ തന്നെയാണ്. അത് സ്പീക്കേഴ്സിന്റെ എക്സ്പീരിയൻസ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് വരുന്നത്. പ്രത്യേകിച്ചും 10s മാക്സിനകത്ത് കുറച്ചും കൂടെ ബെറ്റർ ക്വാളിറ്റി കിട്ടുന്നുണ്ട് 10s ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അത് ഭയങ്കര വ്യത്യാസമൊന്നുമല്ല. പക്ഷേ നിങ്ങൾക്ക് ലൗഡ് എൻവയൺമെന്റ് ഈ രണ്ട് ഫോൺസിനകത്തും നമ്മൾ ഓഡിയോ ഔട്ട്പുട്ട് പ്ലേ ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. അതായത് ഡിസ്പ്ലേക്കകത്ത് കുഴപ്പമൊന്നും പറയാനില്ല. അതും നിങ്ങൾ ഡിസ്പ്ലേക്കകത്ത് നോച്ച് ശ്രദ്ധിച്ച് കാണും. അത് 10sനകത്ത് നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അത് കണ്ടന്റ് കാണുമ്പോൾ തന്നെ കുറച്ചും കൂടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ 10s മാക്സിനകത്ത് നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. അതായത് നമ്മൾ എന്തൊരു വീഡിയോ കാണുന്ന സമയത്തോ അല്ലെങ്കിൽ ഗെയിം കളിക്കുന്ന സമയത്തൊക്കെ തന്നെ അതങ്ങനെ ശ്രദ്ധിക്കാൻ പോകുന്നില്ല. അതും ഈ നോച്ചിനകത്ത് നമുക്ക് ഫേസ് ഐ ഡി കിട്ടുന്നുണ്ട്. അതും ഫേസ് ഐ ഡിയുടെ അൺലോക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട അൺലോക്കിംഗ് മെത്തേഡാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടൊരു രീതിയിൽ തന്നെയാണ് അൺലോക്കിംഗ് കിട്ടുന്നത്. അതും ഫേസ് ഐ ഡിക്കകത്തും അൺലോക്കിംഗ് സ്പീഡിനകത്തും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല.
ഇപ്പോൾ ഡിസ്പ്ലേ ആൻഡ് ഓഡിയോയുടെ കാര്യം നോക്കിയ സ്ഥിതിക്ക് ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടതെന്ന് പറയുന്നത് പെർഫോമൻസ് ആണ്. അതും പെർഫോമൻസ് എന്ന് പറയുന്നതാണ് മിക്ക ഏജ്ഡ് ആയ ഫോൺസിനകത്തും പ്രശ്നം വരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. അതായത് അത്യാവശ്യം വർഷങ്ങളായ ഒരു ഫോൺ എടുക്കുവാണെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ആൻഡ്രോയിഡ് ഫോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ പെർഫോമൻസിനകത്ത് ഒരുപാട് ഇഷ്യൂസ് കാണും. അതും ഇവിടുത്തെ നമ്മൾ പെർഫോമൻസിന്റെ കാര്യം നോക്കാൻ നേരത്ത് ഇവിടെ കിട്ടുന്ന പ്രൊസസർ എന്ന് പറയുന്നത് ആപ്പിളിന്റെ A12 ബയോണിക് ചിപ്സെറ്റ് ആണ്. അതും ഈ A12 ബയോണിക് ചിപ്സെറ്റിനകത്ത് നമുക്ക് 6 കോർ CPU ആണ് കിട്ടുന്നത്, പിന്നെ 4 കോർ GPU ആണ് കിട്ടുന്നത്. അതും ഇതിന്റെ പെർഫോമൻസിന്റെ കാര്യം പറയുവാണെങ്കിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് ഒന്നും അല്ല ഇപ്പോൾ കിട്ടുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഏറ്റവും ഈസി ആയ ടാസ്ക്, അതായത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു യൂസേജിന്റെ രീതിയും പിന്നെ അത്യാവശ്യം നോർമലായിട്ട് യൂസിന്റെ രീതിയും പിന്നെ ഹെവി യൂസേജ് രീതി നോക്കുവാണെങ്കിൽ, ലൈറ്റ് യൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരത്തില്ല. അതായത് ഫോൺ നല്ലോണം തന്നെ വർക്ക് ആവുന്നുണ്ട്, നിങ്ങൾക്ക് ചൂടാവുന്ന കാര്യം പോലും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല, ഫോൺ അധികം ഒന്നും ചൂടാവത്തില്ല. അങ്ങനത്തെ രീതി പറയുവാണെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് എന്തായാലും കിട്ടും. പക്ഷേ നിങ്ങളൊരു നോർമൽ യൂസർ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ചൂടാവുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു മൾട്ടി ടാസ്കിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഭയങ്കര ഹെവി ടാസ്ക് ആവണമെന്നില്ല, പക്ഷേ ആ ഒരു സമയത്ത് തന്നെ ഈ ഫോൺസ് ചൂടാവുന്ന ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ഭയങ്കര ഹെവിയായ ഒരു യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഫോണിന്റെ ഇഷ്യൂസ് വരുന്ന കാണാൻ പറ്റും. അതായത് പെർഫോമൻസ് ഇഷ്യൂസ് വരുന്ന കാണാൻ പറ്റും, ഫ്രെയിം ഡ്രോപ്സ് കൂടുതൽ വരുന്ന കാണാൻ പറ്റും. പ്രത്യേകിച്ചും ഹെവിയായ ഒരു ഗെയിം ഒക്കെ ലോഡ് ആവാൻ തന്നെ അത്യാവശ്യം സമയം എടുക്കുന്നുണ്ട്. പിന്നെ ലോഡായാൽ തന്നെ ഫോൺ ചൂടാവുന്ന ഒരു കാര്യം ഭയങ്കര നല്ലോണം തന്നെ അറിയാനും പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫോണിന്റെ ഒരു യൂസർ എക്സ്പീരിയൻസ്, പെർഫോമൻസ് യൂസർ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ നിങ്ങളൊരു ലൈറ്റ് യൂസർ തൊട്ട് ഒരു മോഡറേറ്റ് യൂസർ വരെ ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അതിന് മുകളിലുള്ള ഒരു യൂസേജ് ആണ് നിങ്ങൾക്കെങ്കിൽ ഈ രണ്ട് ഫോൺസും ഈ സമയത്ത് നോക്കുന്നതിനകത്ത് ഒരു അർത്ഥമില്ല. അതും പെർഫോമൻസ് ഇങ്ങനെയാണെങ്കിലും ഈ ഫോൺസിന്റെ റാം മാനേജ്മെന്റ് എനിക്ക് പ്രശ്നം തോന്നിയിട്ടില്ല. കാരണം രണ്ടിനകത്തും 4GB റാം ആണ് വരുന്നത്. അതും റാം മാനേജ്മെന്റ് ഇഷ്യൂസ് ഒന്നും എനിക്ക് വന്നിട്ടില്ലായിരുന്നു. അപ്പൊ ആ കാര്യമൊക്കെ നല്ല തന്നെയാണ്. പിന്നെ ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴായാലും ലേറ്റസ്റ്റ് OS ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതായത് iOS 17 സപ്പോർട്ടുള്ള ഫോണാണ് ഈ iPhone XS, XS Maxും. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോഴത്തെ റൂമർ വെച്ച് നോക്കുവാണെങ്കിൽ അടുത്ത വരുന്ന iOS 18 സപ്പോർട്ടും ഈ ഫോൺസ് വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അത് ഉറപ്പുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ഈ അപ്ഡേറ്റ്സിന്റെ കാര്യം പറയാൻ നേരത്തെ തന്നെ ഇപ്പൊ അഥവാ നമുക്ക് iOS 18 അപ്ഡേറ്റ് കിട്ടുന്നില്ല, അതായത് അടുത്ത മേജർ iOS അപ്ഡേറ്റ് ഈ ഫോണിൽ കിട്ടുന്നില്ലെങ്കിലും നമുക്ക് ആപ്പ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു വർഷം വരെ എന്തായാലും പോകണം. അല്ലാതെ നമുക്ക് ഇനി iOS 18 അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ ആപ്പ് സപ്പോർട്ട് എന്ന് പറയുന്നത് കുറച്ചും കൂടെ കൂടുതൽ കാലത്തേക്ക് കിട്ടുന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ പെർഫോമൻസ് നോക്കിയ സ്ഥിതിക്ക് ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടതെന്ന് പറയുന്നത് ക്യാമറ സിസ്റ്റം ആണ്. അതും ക്യാമറാസ് ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്യാമറ സിസ്റ്റം നോക്കാൻ നേരത്ത് ബാക്കി നോക്കുവാണെങ്കിൽ ഈ രണ്ട് ഫോൺസിനകത്തും 12 മെഗാ പിക്സൽ ക്യാമറയാണ് കിട്ടുന്നത്. അതും രണ്ട് ഫോൺസിനകത്തും ഒരേ കണക്കത്തെ ക്യാമറ സിസ്റ്റം തന്നെയാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞത് ഈ ഫോൺസിനകത്ത് ഡിസ്പ്ലേയിലും ബാറ്ററിയിലും മാത്രമാണ് വ്യത്യാസം വരുന്നത്, ബാക്കിയുള്ള കാര്യത്തിനകത്തും വ്യത്യാസമില്ല. അതായത് നിങ്ങൾക്ക് ക്യാമറ പ്രയോറിറ്റി വെച്ച് എടുക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ XS എടുത്താലും XS Max എടുത്താലും നിങ്ങൾക്ക് ഒരേ ക്യാമറ പെർഫോമൻസ് ആണ് കിട്ടാൻ പോണത്. അതിവിടെ ബാക്ക് ചെയ്യാൻ പറഞ്ഞില്ലേ, രണ്ട് ക്യാമറ സിസ്റ്റമാണ് വരുന്നത്. മെയിൻ ക്യാമറ എന്ന് പറയുന്നത് ഒരു 12 മെഗാ പിക്സൽ ക്യാമറയാണ്, അതിന്റെ ആപ്പച്ചർ f1.8 ആണ്. പിന്നുള്ളത് ഒരു ടെലിഫോട്ടോ ക്യാമറയാണ്, അതും ഒരു 12 മെഗാ പിക്സൽ ക്യാമറ തന്നെയാണ്, അതിന്റെ ആപ്പച്ചർ f2.4 ആണ്. അത് ഇവിടുത്തെ ഫോട്ടോ ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് നല്ല ലൈറ്റ് ഉള്ള ഒരു കണ്ടീഷനിലാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ എനിക്ക് ഫോട്ടോസ് ഇപ്പോഴായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് അതിന്റെ HDR നോക്കിയാലോ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കളർ കറക്ഷനും കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ എല്ലാം അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. നല്ല കണ്ടീഷൻ ആണെങ്കിൽ ഇതിന്റെ ഫോട്ടോ ക്വാളിറ്റിക്ക് എനിക്ക് കുഴപ്പമൊന്നും പറയാനില്ല. പക്ഷെ കണ്ടീഷൻ മോശമാകുമ്പോഴത്തേക്കും നൈറ്റ് മോഡ് സപ്പോർട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗ്രെയിൻസ് കൂടുതലുള്ള ഫോട്ടോസായി മാറും. അപ്പം കണ്ടീഷൻ മോശമാകുമ്പോഴത്തേക്കും ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല താഴോട്ട് പോകും. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ XS സീരീസ് എടുക്കുന്ന പോർട്രേറ്റ് ഫോട്ടോസ് ഏറ്റവും മികച്ച രീതിയിലാണ് കിട്ടുന്നത്. അതും പോർട്രേറ്റ് ഫോട്ടോസിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ നോർമൽ iPhone 13 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്താൽ പോലും എനിക്ക് iPhone XSന്റെ പോർട്രേറ്റ് ഫോട്ടോസ് ആണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. അപ്പൊ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഈ ഫോണിന് കിട്ടുന്നുണ്ട്. പിന്നെ വീഡിയോ റെക്കോർഡിംഗ് എടുക്കാൻ നേരത്തെ തന്നെ മെയിൻ ക്യാമറ എടുക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ 4K 60 FPS വരെ പോകുന്നുണ്ട്. അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീഡിയോ ക്വാളിറ്റി തന്നെ ഇതിന് ഇപ്പോഴും ഉണ്ട്. നമുക്ക് നല്ല സ്റ്റേബിൾ ആയ ഒരു വീഡിയോ ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. കളേഴ്സിനകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. അത് നമുക്ക് ഷാർപ്നെസ് നോക്കിയാലും അത്യാവശ്യം നല്ലോണം തന്നെ കിട്ടുന്നുണ്ട്. പക്ഷെ ഫ്രണ്ട് ക്യാമറയിലേക്ക് പോകാൻ നേരത്ത് ഫ്രണ്ടിൽ വന്നേക്കുന്നത് ഒരു 7 മെഗാ പിക്സൽ ക്യാമറയാണ്, അതിന്റെ ആപ്പച്ചർ f2.2 ആണ്. അത് ഈ ഫ്രണ്ട് ക്യാമറയുടെ സെൽഫി ഔട്ട്പുട്ട് നോക്കാൻ നേരത്ത് വലിയ തിരക്കേടില്ലെന്നേ പറയാൻ പറ്റൂ. വീഡിയോ ഔട്ട്പുട്ട് കണക്ക് തന്നെയാണ്. നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1080p 60 FPS വരെയാണ്. അതും വീഡിയോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ലെന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇപ്പോൾ ക്യാമറ സിസ്റ്റം ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇപ്പോഴും ഇതിന്റെ മെയിൻ ക്യാമറ വെച്ച് നല്ലൊരു കണ്ടീഷനിലാണ് ഫോട്ടോയും വീഡിയോ എടുക്കുന്നതെങ്കിൽ അത്യാവശ്യം നല്ലോണമുള്ള ക്വാളിറ്റിയാണ് കിട്ടുന്നത്. അതും പോർട്രേറ്റ് ഫോട്ടോസ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് അഡ്വാൻറ്റേജ് ഉള്ള ഒരു ഫോൺ തന്നെയാണ് ഈ XS സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നോക്കിയതിന് ശേഷം ഇനി ഈ ഫോണിന്റെ ഏറ്റവും വീക്ക് പോയിന്റ് ഒരു കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് ബാറ്ററിയാണ്. പ്രത്യേകിച്ചും ബാറ്ററി എന്ന് പറയുന്നത് XSനകത്ത് വളരെ മോശമാണ്. കാരണം നമുക്ക് ബാറ്ററി ബാക്കപ്പ് നോക്കാൻ നേരത്ത് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നതെന്ന് പറയുന്നത് നല്ല കുറവായിരിക്കും. അത് മാത്രമല്ല നമുക്ക് ഏത് യൂണിറ്റ് എടുത്താലും അതിന്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നതും അത്യാവശ്യം മോശമായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് വലിയ ഫോണായ iPhone XS Maxന് ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. കാരണം അതിന്റെ ബാറ്ററി സൈസ് വലുതായതുകൊണ്ട് തന്നെ അതിനകത്ത് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ബാറ്ററി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പിന്നെയും ഭേദമാണ്. അതും ഒരു കമ്പാരിസൺ വെച്ച് പറയുവാണെങ്കിൽ XSനകത്ത് ഇപ്പൊ കിട്ടുന്ന ഒരു സ്ക്രീൻ ഓൺ ടൈം നിങ്ങൾക്ക് ഒരു 80% ഒക്കെ ബാറ്ററി ഹെൽത്തുള്ള യൂണിറ്റാണ് കിട്ടുന്നതെങ്കിൽ കിട്ടുന്ന സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് ഒരു 1.5 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ റേഞ്ചിലൊക്കെയാണ്. അത് വളരെ മോശമായ രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ XS Maxലേക്ക് പോവുകയാണെങ്കിൽ
മാക്സിമം ഒരു 3 മണിക്കൂർ വരെയൊക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടും. ഇതാണ് ഈ ഫോണിന്റെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും 10s കാര്യമാണ് പറയുന്നത്. അതും ബാറ്ററി മാറ്റണമെങ്കിൽ അത്യാവശ്യം കോസ്റ്റ് ആവുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തേർഡ് പാർട്ടി ബാറ്ററി സർവീസ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അപ്പോഴും ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നതിനകത്ത് വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നും വരുത്തില്ല. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഫോൺ നിങ്ങൾ എടുക്കണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രൈസിങ്. ഇപ്പൊ 10s മാക്സിന്റെ ഒക്കെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂടിയിരിക്കുകയാണ്. പിന്നെ 10sന്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഭയങ്കര കുഴപ്പമില്ലെന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതായത് നമുക്ക് പ്രൈസിംഗ് എടുക്കാൻ നേരത്തെ ഒരു 18,000 നിങ്ങൾ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇത്രയും പ്രീമിയം വേണ്ട. പിന്നെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് LCD ഡിസ്പ്ലേ ആണെങ്കിൽ പ്രശ്നമില്ലെങ്കിൽ ഞാൻ ഈ 10sഉം 10s മാക്സിനെക്കാട്ടിയും പ്രിഫർ ചെയ്യുന്ന ഫോൺ എന്ന് പറയുന്നത് iPhone 11 ആണ്. കാരണം iPhone 11നകത്ത് കുറച്ചുകൂടെ ബെറ്റർ ആയ ഒരു പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം എടുക്കാൻ നേരത്ത് തന്നെ അതൊരു LCD പാനൽ ആണെങ്കിലും ആ പാനലിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. പിന്നെ അതിലൂടെ തന്നെ ക്യാമറയുടെ കാര്യം പറയാൻ നേരത്തും ക്യാമറയും കുറച്ചുകൂടെ ബെറ്റർ ആണ്. പിന്നെ നമുക്ക് സോഫ്റ്റ്വെയർ സപ്പോർട്ട് എന്തായാലും അടുത്ത സോഫ്റ്റ്വെയർ സപ്പോർട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അടുത്തൊരെണ്ണം കൂടെ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഫോണാണ് iPhone 11 എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രയോറിറ്റി ആണെങ്കിൽ മാത്രമേ ഈ 10sഉം 10s മാക്സും ഒക്കെ നോക്കൂ. അതിൽ തന്നെ 10s മാക്സ് എന്ന് പറയുന്ന ഒരു ഫോൺ പ്രൈസിങ് ഒരുപാട് കൂടിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു ഫോണും അല്ല. അത് മാത്രമല്ല വേറെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ 10s സീരീസിന് 4G സപ്പോർട്ട് വരെ ഉള്ളൂ. അത് നമുക്ക് 5G സപ്പോർട്ട് കിട്ടത്തില്ല. പിന്നെ 4G LTE-ക്കകത്ത് തന്നെ കണക്ഷൻ അത്യാവശ്യം സ്റ്റേബിൾ ആണ്. അപ്പൊ അതിനകത്ത് മോശമൊന്നും പറയാനില്ല. പക്ഷേ നമുക്ക് 5G സപ്പോർട്ട് ഇല്ലാത്തൊരു ഫോണാണ് ഈ 10s സീരീസ് എന്ന് പറയുന്നത്. അതിപ്പോൾ iPhone 11 അങ്ങനെ തന്നെയാണ്, 5G സപ്പോർട്ട് കിട്ടത്തില്ല. പക്ഷേ ഇതിനെക്കാട്ടിയും കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസും കിട്ടും. പിന്നെ ലോങ് ടേം നോക്കാൻ നേരത്ത് തന്നെ കുറച്ചു കാലം കൂടെ സപ്പോർട്ട് കിട്ടുന്ന ഒരു ഫോൺ കൂടി ആയിരിക്കും iPhone 11 എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് iPhone 10sഉം 10s മാക്സും നിൽക്കുന്നത് ഇപ്പോൾ 2024. അത് നിങ്ങളൊരു 10s യൂസർ ആണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ 10s മാക്സ് യൂസർ ആണെങ്കിൽ നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, ആ കാര്യങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുക. അതൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുകൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ട് ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.